ഗുജറാത്തിലെ ഡയറി ഫാമിൽ വന്നതാണ്. അപ്പോൾ നമ്മുടെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കുര്യൻ. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അമൂൽ സന്ദർശിച്ചു. അമൂലിൻ്റെ ഉള്ളിലുള്ള ഇതൊന്നും പ്രോസസ്സൊന്നും കാണിച്ചു തരില്ല. എല്ലാം പുറത്തുനിന്നൊന്ന് അമൂലൊക്കെ കണ്ടു. ഞങ്ങൾക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അമൂലിൽ തന്നെ ഒരു ഗൈഡ് ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി പറഞ്ഞു തന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് വന്നു. ഈ അമൂലിൻ്റെ ഡയറീൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ ചായ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചായ ഇപ്പം നോർമൽ ചായ ആണെങ്കിൽ അത് 22 രൂപയും, പിന്നെ ഞങ്ങൾ കഴിച്ചത് എത്രയാണെന്ന് പറഞ്ഞാൽ 50 രൂപയുടെ ചായ, GST അടക്കം 105 രൂപ. ഓക്കെ, അപ്പോൾ 50 രൂപ ഒരു ചായക്കാണ് 50 രൂപ. 2 പേര് കഴിച്ചപ്പോൾ 50 100 പിന്നെ GST എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അതൊക്കെ ചായയൊക്കെ കഴിച്ചു. ചായ നല്ല ചായയായിരുന്നു. അപ്പോൾ കഴിച്ച് അതിന് ശേഷം അമൂലിൻ്റെ എന്താ പറയുക പേട അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ പോയിട്ട് പേടയൊക്കെ വാങ്ങി. 2 പേട വാങ്ങി. പേട ലഡുവാണ് വാങ്ങിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. പിന്നെ അമൂലിൻ്റെ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. ഇവിടെ നിന്നല്ല, അത് വേറെ തന്നെ സ്റ്റാളുണ്ടായിരുന്നു. അമൂലിൻ്റെ ലഡു, അമൂലിൻ്റെ പേട, അങ്ങനെ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള റേറ്റുകളാണ്. അതൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റാളിലേക്ക് കയറി അമൂലിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ സ്റ്റാളൊന്ന് നല്ല മനോഹരമായി എടുത്തിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാം. ഇതാണ് അമൂലിൻ്റെമായി ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും. അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. ഓക്കെ.